ശ്രീ പ്രിന്റു മഹാദേവ്, സമാനതകളില്ലാത്ത ക്രൂരതയാണ് റാഗിങ്ങിന്റെ പേരിൽ സിദ്ധാർത്ഥന്റെ മേൽ അരങ്ങേറിയത്. അതിനുശേഷം സിദ്ധാർത്ഥൻ മരണപ്പെടുന്നു. പക്ഷേ അവിടെയൊക്കെ സംരക്ഷിക്കുന്നതിനായി വിദ്യാർത്ഥി സംഘടന ഉന്നത നേതാക്കൾ, അവരുടെ മറ്റ് ഭാരവാഹികളൊക്കെ തന്നെ ആ ക്യാമ്പസിനുള്ളിൽ തന്നെ നിൽക്കുന്നു. വിസിയും ഡീനും അസിസ്റ്റന്റ് വാർഡനും അടക്കം വിദ്യാർത്ഥികൾ സംഘടനയ്ക്ക് അനുകൂലമായി, റാഗിംഗ് നടത്തിയവർക്ക് അനുകൂലമായ മൊഴികൾ നൽകുന്നു. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട രീതിയിൽ തന്നെയാണ് വിസിയുടെയും ഡീനിൻ്റെയും ഒക്കെ വാക്യങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ വന്നതും. എന്തായാലും ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വിസിക്ക് വീഴ്ച പറ്റി എന്ന് തന്നെ പറയുന്നു. അതോടൊപ്പം ഈ വിദ്യാർത്ഥി സംഘടനകൾ, ഈ വിദ്യാർത്ഥികൾ, സീനിയർ വിദ്യാർത്ഥികൾ ഏതു രീതിയിലാണ് ആ ക്യാമ്പസും ഹോസ്റ്റലുമൊക്കെ ഭരിച്ചിരുന്നത് എന്നും പറയുന്നുണ്ട്. അവിടെ ഫാക്കൽറ്റിമാർ ഹെഡ്ക്വാർട്ടേഴ്സിൽ താമസിക്കേണ്ടതുണ്ട്, പക്ഷേ അവരാരും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ അരാജകത്വം തന്നെയാണ് അവിടെ നടമാടിക്കൊണ്ടിരുന്നത്. ഇത്ര വലിയ ഒരു മരണം, ഈ വിവാദ മരണം നടന്നതിന് ശേഷവും പുറത്തു നിന്നുള്ള സഹായം ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് അവർ ഇത്ര നാളും ഇതിൻ്റെ ഗൗരവം ലഘൂകരിക്കുകയും അതോടൊപ്പം മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് എന്നും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും തുടർ നടപടികളാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കേസിനെ ഇത്രമാത്രം വികലമാക്കി മനുഷ്യത്വരഹിതമായ രീതിയിൽ പെരുമാറിയിട്ട് പോലും അതിന് രാഷ്ട്രീയ പിൻബലം നൽകിക്കൊണ്ടുപോയ ഒരു ഭരണകൂടമുള്ളപ്പോൾ ഇതിനൊരു തുടർ നടപടി പ്രതീക്ഷിക്കാമോ? തീർച്ചയായും കേരളത്തിൻ്റെ സാമൂഹിക മനസാക്ഷിയെ ഇത്രമാത്രം പിടിച്ചുലുക്കിയിട്ടുള്ള ഒരു കൊലപാതകം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ട്, പ്രത്യേകിച്ച് ക്യാമ്പസ് കൊലപാതകങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഈ കൊലപാതകം നടന്ന സമയത്ത് ആദ്യം ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളുമാണ് SFIയുടെ ജില്ലാ നേതൃത്വവും CPMൻ്റെ ജില്ലാ നേതൃത്വവും ചെയ്തത്. അന്ന് നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ആദ്യം കൃത്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഒരു ജനം TVയുടെ റിപ്പോർട്ടർ ഇത് ചർച്ചയാക്കിയില്ല, അത് റിപ്പോർട്ടിൽ നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആത്മഹത്യയായിട്ട് മാറേണ്ട സാഹചര്യമായിരുന്നു. അതിന് ജനം TVയോടും അതിൻ്റെ റിപ്പോർട്ടറോടും ഞാൻ അതിന് ആദ്യമേ ഒരു അഭിനന്ദനം പറയുകയാണ്. കാരണം ഒരു സ്വാഭാവിക ആത്മഹത്യയായിട്ട് ചിത്രീകരിച്ച ഒരു കാര്യത്തെ ഇത്രമാത്രം ഗൗരവമുള്ള, കേരളം കണ്ട ഭീകരമായിട്ടുള്ള ഒരു മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് എന്ന രീതിയിലേക്ക് വരികയാണ് ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ വരുന്ന സമയത്ത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എല്ലാവിധ സഹായങ്ങളും ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നത് CPMൻ്റെ വയനാട് ജില്ലാ നേതൃത്വമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ ആദ്യമായിട്ട് ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ അവിടെ എത്തിയത് CPMൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയും പാർട്ടിയുടെ മുൻ MLAയുമായിട്ടുള്ള ശശീന്ദ്രനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള SFIയുടെയും CPMൻ്റെയും ജില്ലാ നേതൃത്വത്തിൻ്റെ എല്ലാവിധ അറിവോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു അതിനിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകത്തിന് എല്ലാവരും കാരണഭൂതരായിട്ടുള്ള ആളുകളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് അന്ന് നമുക്കറിയാം അത് ഏതൊക്കെ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തതെന്ന്. അതിനർത്ഥം ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, SFI എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സംഘം കേരളത്തിൽ ഏത് ക്യാമ്പസിനകത്തും കലാലയത്തിനകത്തും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് VC മുതൽ സ്കൂൾ പ്രിൻസിപ്പൽ, കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിക്കോട്ടെ, VC ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മന്ത്രി വരെ മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് പൊതുവായിട്ട് ഒരു കേരളത്തിലെ ഒരു താലിബാൻ മോഡൽ സംഘടനയ്ക്ക് എല്ലാവിധ പരിപോഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഒന്നില്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പൽമാർ, അല്ലെങ്കിൽ അവിടുത്തെ AKGCTയുടെ ആളുകൾ, അല്ലെങ്കിൽ അതിന് ഒത്താശ പിടിക്കാൻ വേണ്ടി അതിന് മുകൾ തട്ടിലുള്ള ആളുകളൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പം നേരത്തെ അദ്ദേഹത്തിൻ്റെ ബന്ധു പറഞ്ഞതുപോലെ ഇത്രയും നിഷ്ഠൂരമായ കൊലപാതകം ചെയ്ത പ്രതികൾക്ക് എക്സാം എഴുതുന്നതിന് യാതൊരു വിധത്തിലുള്ള ഒബ്ജക്ഷനും സെനറ്റോ സിൻഡിക്കേറ്റോ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവർ നഷ്ടമുണ്ടായിട്ടുള്ളത് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബത്തിനാണ്. ഇത് സ്വാഭാവികമായി കേരളത്തിൻ്റെ മനസാക്ഷിക്ക് ഈ SFI എന്ന് പറയുന്ന പ്രസ്ഥാനം, ഈ കേരളത്തിലെ കലാലയങ്ങൾ ഉയർത്തിവിടുന്ന താലിബാൻ മോഡൽ സംവിധാനം, ആ സംവിധാനത്തെ പൊളിച്ചെഴുതേണ്ടത് ഈ കേരളത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള വലിയൊരു മാറ്റത്തിനുള്ള തുടക്കമെന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. അതിനുള്ള തുടക്കമെന്ന രീതിയിൽ ആദ്യമായിട്ട് ഇടപെട്ടത് ആദരണീയനായിട്ടുള്ള നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഒരു പക്ഷേ SFIയുടെ ചരിത്രത്തിൽ അദ്ദേഹം SFIക്കാരും ഇടതുപക്ഷവും ഇത്രമാത്രം എതിർക്കപ്പെട്ട ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ക്രിമിനൽ സംഘത്തെ ഒതുക്കാൻ വേണ്ടി, ഈ ക്രിമിനൽ സംഘത്തെ, ഈ പേപ്പട്ടി സംഘത്തെ ഒതുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എത്രമാത്രമാണ് വേട്ടയാടിയതെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആദ്യത്തെ MR ശശീന്ദ്രനെ പുറത്താക്കിക്കൊണ്ടാണ് ഗവർണർ ആദ്യത്തെ നിലപാടെടുത്തത്. അപ്പോൾ അന്ന് അതിനെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഗവർണർക്ക് അതിന് അധികാരമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ചർച്ചകൾ കണ്ടു. പക്ഷേ ഗവർണറുടെ നിലപാടായിരുന്നു ശരി എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്ന അച്ഛനമ്മമാർ, അവർ സ്വാഭാവികമായും മക്കളുടെ ഭാവിയെ കണ്ടുകൊണ്ടാണ് അവിടെ പറഞ്ഞയക്കുന്നത്.
സ്വാഭാവികമായിട്ട് SFI എന്നൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായില്ലെങ്കിൽ ആ ക്യാമ്പസിനകത്ത് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം, അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, സ്വന്തം ശരീരവും പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്വന്തം ജീവൻ പോലും സമർപ്പിക്കേണ്ട അനവധി വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ടാണ് സിദ്ധാർത്ഥിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യ നീതിയുടെ പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഒരു സിദ്ധാർത്ഥിന്റെ നീതിയുടെ പ്രശ്നത്തിനൊപ്പം തന്നെ SFI എന്ന് പറയുന്ന സാമൂഹിക വിപത്ത് ഈ കേരളത്തിലെ ക്യാമ്പസുകൾ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട്. അത് നമ്മൾ വിചാരിച്ചു ഈ സിദ്ധാർത്ഥന്റെ വിഷയത്തോടു കൂടി പൊതുസമൂഹം ഗൗരവത്തിലെടുത്തുകൊണ്ട് SFIക്കാർ ഈ പ്രവർത്തനമൊക്കെ അവസാനിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പളുടെ ചെകിടടിച്ച് പൊട്ടിക്കുന്ന SFIക്കാരെയും യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് KSUക്കാരെയും ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളെയൊക്കെ ആക്രമിക്കുന്ന SFIക്കാർ. അപ്പോൾ അതുകൊണ്ട് ഈ പേപ്പട്ടി സംഘം ഒരു തരത്തിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമം നിർത്താനുള്ള യാതൊരു പരിപാടിയും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടന ഈ കേരളത്തിലെ ഈ ഇത്തരമുള്ള ക്യാമ്പസുകളിൽ SFIയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ കേരളത്തിൽ ഗൗരവമായി എടുക്കണം. അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഭരണകൂടം ഇവിടെയുണ്ട്, അതിനനുസൃതമായി നിൽക്കുന്ന VCമാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സിദ്ധാർത്ഥിന് കിട്ടിയ നീതി എന്ന് പറയുന്നത് ഗവർണറുടെ ശക്തമായ ഇടപെടലിലൂടെയാണ് സിദ്ധാർത്ഥിന് നീതി കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ആത്മഹത്യയായി പോകേണ്ട ഒരു കേസായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഈ SFI എന്ന് പറയുന്ന ക്രിമിനൽ സംഘം ഒരു പക്ഷേ കേരളത്തിലെ താലിബാൻ മോഡൽ പ്രവർത്തിക്കുന്ന സംഘം അതിനെ നിരോധിക്കണം. പോപ്പുലർ ഫ്രണ്ട് ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളുടെ ഇടത്താവളമായിട്ടൊന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന കേന്ദ്രം SFI ആണ്. അപ്പോൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ 18 പ്രതിനിധികളിൽ 3 പേരുടെ പ്രതികളുടെ പശ്ചാത്തലം പോപ്പുലർ ഫ്രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ട് SFI അംഗങ്ങളായിട്ടുള്ള ആളുകളാണ്, അവരുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് SFI താലിബാൻ മോഡൽ സംവിധാനങ്ങളെ കൂടി ചെറുത്തു തോൽപ്പിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു സാമൂഹിക ആവശ്യം കൂടിയായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ശരി.